അമേരിക്കയിൽ തക്കാളിയിൽ മാരകമായ സാൽമോണല്ല ബാക്ടീരിയയെ കണ്ടെത്തി. ഇതിനെ തുടർന്ന് FDA അതായത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ തക്കാളി പിൻവലിക്കാനുള്ള അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സാൽമോണല്ല ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ മരണമോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. 2025 മെയ് 2-നാണ് തക്കാളി പിൻവലിക്കാനുള്ള അറിയിപ്പ് ആദ്യം വന്നത്. പിന്നീട് മെയ് 28-ന് FDA ഇത് ക്ലാസ് 1 ആയി ഉയർത്തി. ക്ലാസ് 1 എന്നാൽ ഏറ്റവും അപകടം പിടിച്ച അവസ്ഥയാണ്. വില്യംസ് ഫാംസ് റീപാക്ക് LLC എന്ന കമ്പനിയാണ് ഈ തക്കാളി വിതരണം ചെയ്തത്. H&C ഫാംസ് എന്ന പേരിലാണ് ഇത് കടകളിലെത്തിയത്. ജോർജിയ, നോർത്ത് കരോലീന, സൗത്ത് കരോലീന എന്നീ സംസ്ഥാനങ്ങളിലെ കടകളിൽ ഏപ്രിൽ 23 മുതൽ 28 വരെ ഈ തക്കാളി വിതരണം ചെയ്തു. ഈ തക്കാളി കഴിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ മരണമോ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് FDA പറയുന്നു. ചെറിയ പാക്കറ്റുകൾ മുതൽ വലിയ 25 പൗണ്ടിൻ്റെ പെട്ടികൾ വരെ പിൻവലിച്ചവയിൽ ഉണ്ട്. ആളുകൾ കടയിൽ നിന്ന് വാങ്ങിയ തക്കാളിയുടെ ലോഡ് കോഡ് ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. എന്താണ് FDAയുടെ റിസ്ക് ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. FDA ഒരു ഉൽപ്പന്നം പിൻവലിക്കുമ്പോൾ അതിൻ്റെ അപകടമനുസരിച്ച് തരംതിരിക്കും. ക്ലാസ് 1 എന്നാൽ ഏറ്റവും അപകടം കൂടിയതാണ്. ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിലൂടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ മരണമോ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ ക്ലാസ് 1 ആയി കണക്കാക്കും. അതുകൊണ്ട് ഈ തക്കാളി ക്ലാസ് 1-ൽ ഉൾപ്പെടുന്നതുകൊണ്ട് ആളുകൾ ഉടൻ തന്നെ ഇത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഈ റീകോൾ ക്ലാസ് 1 ആയി ഉയർത്തിയതെന്ന് നോക്കാം. ആദ്യം ഇതൊരു സാധാരണ പിൻവലിക്കലായിരുന്നു. എന്നാൽ പിന്നീട് സാൽമോണല്ല ബാക്ടീരിയയുടെ അപകടം മനസ്സിലാക്കിയപ്പോൾ FDA ഇതിനെ ക്ലാസ് 1 ആയി ഉയർത്തി. H&C ഫാംസിൽ സാൽമോണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് സൗത്ത് ഈസ്റ്റ് ടൊമാറ്റോ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് FDAയെ അറിയിച്ചത്. ഈ പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ FDA വേഗത്തിൽ നടപടിയെടുത്തു. ആളുകളുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് FDA അറിയിച്ചു. ക്ലാസ് 1 എന്നാൽ ഉപഭോക്താക്കൾക്കുള്ള മുന്നറിയിപ്പാണ്. അതേപോലെ സാൽമോണല്ല ബാക്ടീരിയയുടെ അപകടത്തെക്കുറിച്ച് ഭക്ഷ്യ വ്യവസായത്തിനുള്ള ഒരു സൂചന കൂടിയാണിത്. ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് വേഗത്തിൽ നടപടിയെടുക്കാനും ഉൽപ്പന്നം കടകളിൽ നിന്ന് മാറ്റാനും സാധിക്കും. ഏതെല്ലാം ഉൽപ്പന്നങ്ങളെയാണ് റീകോൾ ബാധിച്ചിരിക്കുന്നതെന്ന് നോക്കാം. വിവിധ വലിപ്പത്തിലുള്ള പാക്കറ്റുകളിലെ തക്കാളികളെയാണ് റീകോൾ ബാധിച്ചിരിക്കുന്നത്. വില്യംസ് ഫാംസ് റീപാക്ക് LLC, വില്യംസ് ഫാംസ് റീപാക്ക് എന്നും H&C ഫാംസ് എന്നുമുള്ള ലേബലുകളിൽ തക്കാളി വിതരണം ചെയ്തിട്ടുണ്ട്. അതിനാൽ ആളുകൾ തക്കാളി വാങ്ങുമ്പോൾ ലോഡ് കോഡ് ശ്രദ്ധിക്കണം. 5x6 25 പൗണ്ട് ബോക്സസ്, 6x6 25 പൗണ്ട് ബോക്സസ്, കോമ്പിനേഷൻ 25 പൗണ്ട് പാക്കേജസ്, 4x4 2 ലെയർ, 4x5 2 ലെയർ, 60 കൗണ്ട് പാക്കേജസ് എന്നിവയാണ് പ്രധാനമായും പിൻവലിച്ചത്. ഈ തക്കാളികൾ ജോർജിയ, നോർത്ത് കരോലീന, സൗത്ത് കരോലീന എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായി വിതരണം ചെയ്തത്. ഏപ്രിൽ 23 മുതൽ 28 വരെയാണ് ഇത് കടകളിലെത്തിയത്. ഈ സമയത്ത് തക്കാളിയുടെ ആവശ്യം കൂടുതലായിരുന്നതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് സാധ്യതയുണ്ട്. വില്യംസ് ഫാംസ് റീപാക്ക് LLC സൗത്ത് കരോലീനയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 3 സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും തക്കാളി വിതരണം ചെയ്തത്. പക്ഷേ ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ തക്കാളി എത്തിയിട്ടുണ്ടാകാം. സാൽമോണല്ല ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാൽമോണല്ല ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം വളരെ അപകടകരമാണ്. CDC അനുസരിച്ച് ഓരോ വർഷവും 1.35 മില്യൺ ആളുകൾക്ക് സാൽമോണല്ല ബാധിക്കുന്നുണ്ട്. ഇതിൽ 26,500 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 420 പേർ മരിക്കുന്നു. സാൽമോണല്ല ബാക്ടീരിയയ്ക്ക് ഉണങ്ങിയ സ്ഥലത്തും തണുത്ത സ്ഥലത്തും ദീർഘകാലം ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് പച്ചക്കറികളിൽ ഇത് പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാൽമോണല്ല ബാധിച്ചാൽ 12 മുതൽ 72 മണിക്കൂറിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണിക്കും. വയറിളക്കം, പനി, വയറുവേദന, ഓക്കാനം, ഛർദി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. സാധാരണയായി 4 മുതൽ 7 ദിവസം വരെ ഈ രോഗം നീണ്ടു നിൽക്കും. കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, രോഗപ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവയ്ക്ക് ഈ രോഗം വന്നാൽ കൂടുതൽ അപകടമാണ്. സാൽമോണല്ല ബാക്ടീരിയ ഫ്രീസറിൽ വെച്ചാലും നശിക്കില്ല. അതുകൊണ്ട് ഈ തക്കാളി ഫ്രീസറിൽ വെച്ചവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാൽമോണല്ല ബാക്ടീരിയയ്ക്ക് മറ്റു ഭക്ഷണങ്ങളിലും പടരാൻ കഴിയും. ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. FDA നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആളുകൾ ഈ തക്കാളി ഉപയോഗിക്കരുത്. കടകളിൽ നിന്ന് വാങ്ങിയ തക്കാളിയുടെ ലോഡ് കോഡ് പരിശോധിക്കുക. സംശയം തോന്നുകയാണെങ്കിൽ ആ തക്കാളി ഉപയോഗിക്കാതെ കളയുക. തക്കാളി കളഞ്ഞതിന് ശേഷം ആ സ്ഥലം നന്നായി കഴുകി വൃത്തിയാക്കുക. സാൽമോണല്ല ബാക്ടീരിയ അവിടെ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ബ്ലീച്ച് ഉപയോഗിച്ച് കഴുകുന്നത് നല്ലതാണ്. സാൽമോണല്ല ബാധിച്ചാൽ പനി, വയറിളക്കം, വയറുവേദന, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. സാൽമോണല്ല ബാക്ടീരിയ എങ്ങനെയാണ് തക്കാളിയിൽ എത്തിയതെന്ന് FDA അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. H&C ഫാംസിൽ നിന്നാണോ അതോ വില്യംസ് ഫാംസ് റീപാക്ക് LLCയിൽ നിന്നാണോ ബാക്ടീരിയ വന്നതെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എങ്കിലും FDA ഈ വിഷയത്തെ ഗൗരവമായി അന്വേഷിക്കുന്നുണ്ട്. ഈ സംഭവം തക്കാളി വ്യവസായത്തിന് വലിയ തിരിച്ചടിയായി. വില്യംസ് ഫാംസ് റീപാക്ക് LLCയും H&C ഫാംസും ഇതുവരെ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. നിയമപരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത് എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പച്ചക്കറികളിൽ സാൽമോണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളരിയിലും മറ്റു പച്ചക്കറികളിലും ഇതേ പ്രശ്നം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് പച്ചക്കറികൾ ഉണ്ടാകുന്ന രീതിയിലും വിതരണം ചെയ്യുന്ന രീതിയിലും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. തക്കാളിയിലെ സാൽമോണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും.
കാരണമാകും. അതുകൊണ്ട് FDA ഈ വിഷയത്തിൽ വേഗത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഇതുവരെ ആർക്കും രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും FDA മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആളുകൾ ജാഗ്രത പാലിക്കണം. പച്ചക്കറികൾ ഉണ്ടാക്കുന്ന രീതിയിലും വിതരണം ചെയ്യുന്ന രീതിയിലും കൂടുതൽ ശ്രദ്ധിക്കണം. സാൽമണല്ല ബാക്ടീരിയയെ എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി വരികയാണ്. ഉപഭോക്താക്കൾ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം. ഈ പ്രശ്നം പരിഹരിക്കാൻ FDA ശ്രമിക്കുന്നുണ്ട്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം ഫ്ലോറിഡയിലെ ബെഡ്നർ ഗ്രോവേഴ്സ് ഉൽപ്പാദിപ്പിച്ച കുക്കുംബറിലും സാംക്രമിക രോഗത്തിന് കാരണമാകുന്ന സാൽമണല്ല ബാക്ടീരിയയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കാരണം 18 സംസ്ഥാനങ്ങളിലായി 45 പേർക്ക് രോഗം ബാധിച്ചുവെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ 2025 മെയ് 30 അറിയിച്ചിട്ടുണ്ട്. രോഗം ബാധിച്ചവരിൽ 16 പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരും മരിച്ചിട്ടില്ല. സാൽമണല്ല മോണ്ടെവീഡിയോ എന്ന ബാക്ടീരിയയാണ് രോഗം ഉണ്ടാക്കുന്നത്. ഏപ്രിൽ 29 മുതൽ മെയ് 19 വരെ വിതരണം ചെയ്ത കുക്കുംബറിൽ നിന്നാണ് രോഗം പടർന്നത്. കടകൾ, ഹോട്ടലുകൾ, ആശുപത്രികൾ, കപ്പലുകൾ എന്നിവിടങ്ങളിൽ ഈ വെള്ളരിക്ക വിതരണം ചെയ്തിട്ടുണ്ട്. അലബാമ, കാലിഫോർണിയ, കൊളറാഡോ, ഫ്ലോറിഡ, ജോർജിയ, ഇല്ലിനോയിസ്, ഇൻഡ്യാന, കൻസാസ്, കെൻഡക്കി, മസാച്യുസെറ്റ്സ്, നോർത്ത് കരോലിന, ന്യൂയോർക്ക്, ഒഹായോ, പെൻസിൽവാനിയ, സൗത്ത് കരോലിന, ടെന്നസി, വിർജീനിയ എന്നീ സംസ്ഥാനങ്ങളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ജോർജിയ, ഫ്ലോറിഡ എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ ആളുകൾക്ക് രോഗം ബാധിച്ചിരിക്കുന്നത്. ഏകദേശം 1/3 കേസുകളും ഇവിടെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് 2024 ബെഡ്നർ ഗ്രോവേഴ്സ് എൻ്റെ പച്ചക്കറികളിൽ നിന്ന് രോഗം വളർന്നിട്ടുണ്ട്. അന്ന് 550-ലധികം ആളുകൾക്ക് രോഗം ബാധിക്കുകയും 155 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കൃഷിയിടങ്ങളിൽ ശുദ്ധീകരിക്കാത്ത കനാൽ വെള്ളം ഉപയോഗിച്ചതാണ് അന്ന് രോഗം വരാൻ കാരണം.